ദിവസം കുട്ടനല്ലൂർ ടർഫിൽ കളിക്കാനെത്തിയ ചേർപ്പ് സ്വദേശിയായ യുവാവിന് പെട്ടെന്നാണ് അദ്ദേഹത്തിനൊരു തളർച്ച അനുഭവപ്പെടുകയും തളർന്നു വീഴുകയും ചെയ്തത്. ആ ഒരു സമയത്ത് തൊട്ടടുത്ത ടർഫിൽ ഒരു കൂട്ടം ഡോക്ടർമാർ ക്രിക്കറ്റ് കളിക്കാനായി എത്തിയിരുന്നു. അവരുടെ ശ്രദ്ധയിൽ ഈ കാര്യം വിടുകയും ഉടനടി തന്നെ ഈ വ്യക്തിക്ക് CPR ഉൾപ്പെടെയുള്ള പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിന് കാരണക്കാരായ ഡോക്ടർമാർ ചിലരാണ് എന്നോടൊപ്പം ഉള്ളത്. ഇവരുടെ ഒരു കൂട്ടം ഡോക്ടർമാരാണെന്ന് IMAയുടെ ഒരു ക്രിക്കറ്റ് മാച്ചിൻ്റെ ഒരു പരിശീലനത്തിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഫ്രണ്ട്സൊക്കെ പുള്ളിയെ വിളിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പുള്ളി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ പുള്ളി പൾസില്ല, ചെറിയൊരു സീഷർ മാതിരിയൊക്കെ കാണിക്കുന്നു. പൾസില്ല. അപ്പോൾ നമ്മൾ പൾസില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് CPR സ്റ്റാർട്ട് ചെയ്യാണ്. CPR ഇനിഷ്യേറ്റ് ചെയ്ത് പുള്ളി കുറച്ച് റിക്കവർ ചെയ്യും. പിന്നെയും പൾസ് റെഗുലറായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. സോ നമ്മളൊരു കുറച്ച് പേരുണ്ടായിരുന്നു. നമ്മൾ കണ്ടിന്യൂസ്ലി CPR കണ്ടിന്യൂ ചെയ്തു. 25 മിനിറ്റ്സ് ആ ഗ്രൗണ്ടിൽ വി ഹാഡ് ഗിവൺ CPR. 25 മിനിറ്റ് വേറൊരു സപ്പോർട്ട്സും ഇല്ലാതെ CPR കൊടുത്തിട്ട് ഒരാളെ ജീവൻ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇടയ്ക്ക് നമ്മൾ CPR കൊടുക്കുമ്പോൾ യൂസ് ടു കം ബാക്ക് ടു ഒരു കോൺഷ്യസ്നെസ്. അപ്പോൾ ആൾക്ക് ആ പെയിൻ ഉണ്ടാവും. പിന്നെ നമ്മളൊന്ന് റിലീസ് ചെയ്യുമ്പോൾ ആൾ വേഗം വീണ്ടും അൺകോൺഷ്യസിനോട്ട് പോകും. അതെല്ലാം ഒരു മാസീവ് കാർഡിയക് അറസ്റ്റ്, ഒരു ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് നമുക്കത് മനസ്സിലായി. ആ ഗ്രൗണ്ടിൽ നിന്ന് സ്ട്രെച്ചറിൽ എടുത്ത് ആംബുലൻസ് വരെ ഓടുന്ന ആ സമയം മാത്രമേ നമ്മൾ കണ്ടിന്യൂ ചെയ്യാതിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു 100% നമ്മുടെ മെയിനായിട്ടുള്ള രക്തക്കൊഴലായിട്ടുള്ള LAD എന്ന് പറഞ്ഞാൽ അടഞ്ഞു പോയിട്ടും ആൾക്കൊരു കൂടുതൽ ഡാമേജ് ഒന്നും വരാതെ നമുക്ക് രക്ഷപ്പെടുത്താനായിരുന്നു. CPR എന്ന് വെച്ചാൽ നമ്മൾ മാനുവലി നമ്മൾ കംപ്രസ് ചെയ്യാൻ നോക്കുകയാണ്. കംപ്രസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ദേശം ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കുള്ള രക്തോട്ടം നമുക്ക് ഒരു ഭാഗികമായിട്ടെങ്കിലും നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ ബ്രെയിൻ ഡാമേജോ അല്ലെങ്കിൽ ബാക്കി അവയവങ്ങൾക്കും വലിയ ഡാമേജ് ഒന്നും ഇല്ലാത്തത്. കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. ജൂബിലി മിഷനിലേക്ക്, ആശുപത്രി മെഡിക്കൽ കോളേജിലേക്ക് ഉടനടി തന്നെ അവിടെ നിന്നും ഈ CPR ഒക്കെ നൽകി ഇങ്ങോട്ടേക്ക് എത്തിക്കാനും കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തായാലും തിരികെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനും കഴിഞ്ഞു. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ആശുപത്രി വിടുകയും ചെയ്തു.